വരുവാണെങ്കിൽ ഞാൻ അതിനെ 2 സെഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സെഷൻ 1 ബേസിക്സും സെഷൻ 2 അഡ്വാൻസ്ഡും ആണ്. സെഷൻ 1 എന്ന് പറയുമ്പം അതിൻ്റെ മെയിൻ ആയിട്ടുള്ള തിയറി ടോപ്പിക്സും പിന്നെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലാണല്ലോ നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുക. അപ്പം ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിനെ കുറിച്ചും പിന്നെ വെർച്വൽ ഡിവൈസസ് നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്താൽ എവിടെ റൺ ചെയ്യും, അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, അങ്ങനെയുള്ള സംഭവങ്ങളും പിന്നെ മെയിനായിട്ട് ലേഔട്ട് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ കോഡിംഗ് സെക്ഷൻ മാത്രമല്ലല്ലോ, നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു വ്യൂ, അതിൻ്റെ ഒരു ഇൻ്റർഫേസ് എങ്ങനെ ഇരിക്കും എന്നുള്ള ഡിസൈനിങ്, പിന്നെ മെയിനായിട്ടുള്ള കസ്റ്റം വ്യൂകൾ, ടെക്സ്റ്റ് വ്യൂ, ഇമേജ് വ്യൂ, ഡയലോഗ് ബോക്സസ് അല്ലെങ്കിൽ പോപ്പപ്പ് ബട്ടൺസ്, ഇമേജ് ബട്ടൺസ്, അങ്ങനെ കുറേയുള്ള കസ്റ്റം വ്യൂസും അതിൻ്റെ സാമ്പിൾ പ്രോഗ്രാംസ്. ഈ എല്ലാ ടോപ്പിക്കിലും സാമ്പിൾ പ്രോഗ്രാംസ് ഉണ്ട്. നമ്മൾ ടെക്സ്റ്റ് വ്യൂ മാത്രമാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിലും ടെക്സ്റ്റ് വ്യൂവിനെ പറ്റിയുള്ള ഒരു ചെറിയ സാമ്പിൾ പ്രോഗ്രാം ഇൻഡിവിജ്വലായിട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസിലോട്ട് കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റിലോട്ട് കിടക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ടോപ്പിക്സേ ഉള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമുക്ക് ഈ ഒരു കസ്റ്റം വ്യൂസ് ഡയറക്റ്റ് ഓരോ ടോപ്പിക്സിലും നമുക്ക് സബായിട്ട് പല ടോപ്പിക്സ് വരുന്നുണ്ട്. അതിന് ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതാണ് സെഷൻ 1. അതുപോലെ തന്നെ സെഷൻ 2 എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് സെക്ഷനാണ്. അഡ്വാൻസ് സെക്ഷനിൽ വരുമ്പം നമ്മുടെ ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻസ് അല്ലെങ്കിൽ അട്രാക്റ്റീവ് മെറ്റീരിയൽ ഡിസൈൻസ് കുറച്ചുകൂടി നമ്മൾ ലോക്കൽ UI ഡിസൈൻ നമ്മൾ ഇതിൽ പഠിച്ചല്ലോ, സെഷൻ 1 നമ്മൾ നോക്കിയല്ലോ. അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഡിസൈൻസ് എന്ന് വെച്ചാൽ ഫ്രാഗ്മെൻറ്റ്, നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വാട്സപ്പ് ഒക്കെ നമുക്ക് ഫ്രാഗ്മെൻറ്റിന് ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. ഫ്രാഗ്മെൻറ്റിനും മെറ്റീരിയൽ ഡിസൈനും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സിംഗിൾ ഇൻ്റർഫേസിൽ തന്നെ 3 സെക്ഷനാണ് വാട്സപ്പിൽ കാണിക്കുക അല്ലേ. കോള്, ചാറ്റ്, കോണ്ടാക്ട് 3 സെക്ഷൻ നമുക്ക് ജസ്റ്റ് സ്വൈപ്പ് അല്ലെങ്കിൽ ജസ്റ്റ് ക്ലിക്കിലൂടെ നമുക്ക് 3 എണ്ണം കാണിക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് ഈ മെറ്റീരിയൽ ഡിസൈൻസിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ്, നമുക്കൊരു ഡൗൺലോഡ്സ് അല്ലെങ്കിൽ നമ്മളൊരു ആപ്പ് അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റിംഗ് അല്ലെങ്കിൽ അപ്ഡേറ്റ് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് നമ്മൾ എന്താണോ ഡൗൺലോഡ് ചെയ്യുന്നത് ഡൗൺലോഡ് ആയി, ഇതൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻസ് വഴിയല്ലേ. അപ്പം അത് പിന്നെ കണക്ടിവിറ്റി, ഇൻ്റർനെറ്റോ വൈഫൈയോ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത്. പിന്നെ അതുപോലെ കോള്, ഫോൺ കോള്, SMS, പിന്നെ നെറ്റ്വർക്ക്, ഡേറ്റാബേസ്. ഫയർബേസ് ആണ് നമ്മൾ ക്ലൗഡ് സ്റ്റോറേജിന് പകരം ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഫയർബേസ് ആണ് മെയിൻലി. പിന്നെ ആൻഡ്രോയിഡ് ഡിഫോൾട്ട് ഡേറ്റാബേസ് എന്ന് പറഞ്ഞത് SQLite ഡേറ്റാബേസ് ആണ്. അതുപോലെ API കോളിങ്, വെബ് സർവീസുകൾ, പല ടൈപ്പ് വെബ് സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ സെഷൻ 1 പോലെ തന്നെ സെഷൻ 2 each and every topics contain sample programs and subtopics. തിയറിയും ഉണ്ടാവും, ഡെവലപ്മെൻറ്റും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സാമ്പിൾ പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്ത് നോക്കിയിട്ടാണ് അവസാനം ഒരു കംപ്ലീറ്റ് സാമ്പിൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസിലോട്ട് നമ്മൾ കിടക്കുക. അതുകൊണ്ട് തന്നെ സെഷൻ 2 സെഷൻ 1 എല്ലാ ടോപ്പിക്സിനും സബ് ടോപ്പിക്സും സാമ്പിൾ പ്രോഗ്രാംസും ഉണ്ട്.